ശരിയായിട്ടുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് രണ്ടാൾ നിസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെ നിസ്കരിക്കേണ്ടത്? ഒരേ ഒപ്പം തന്നെ നിന്നിട്ടാണ് നിസ്കരിക്കേണ്ടത്, മുന്നിലോ പിന്നിലോ ആയിട്ടല്ല. وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. الإمام البخاري رحمه الله വളരെ പ്രശസ്തമായ അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബിലെ അടുത്ത ബാബ് മൻ ദഅ ലിസാഹിബിഹി അൻ അക്സിർ മാലഹു വവലദഹു. ഒരാൾ തൻ്റെ കൂട്ടുകാരനോ സുഹൃത്തിനോ വേണ്ടി അവൻ്റെ സമ്പത്തും സന്താനങ്ങളും അധികരിപ്പിക്കാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. عن أنس بن مالك رضي الله عنه قال: أنس بن مالك رضي الله عنه ذكر: دخلت على النبي صلى الله عليه وسلم يوما. ولكن النبي صلى الله عليه وسلم يقول: وما هو إلا أنا وأمي وأم حرام خالتي إذ دخل علينا فقال لنا. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അപ്പോൾ ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മാന്റെ സഹോദരിയായിട്ടുള്ള ഉമ്മു ഹറാമുമാണ് അവിടെ ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നതാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് ശ്രേഷ്ഠയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് മദീനയിൽ എത്തുമ്പോൾ അനസ് ഇബ്നു മാലിക്കിന് 10 വയസ്സാണ്. അപ്പോ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമായിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ ഏൽപ്പിച്ചു കൊടുത്തതാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമിന്റെ വീട്ടിലേക്ക് വന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നപ്പോൾ ചോദിച്ചു: അലാ ഉസല്ലി ബിക്കും, ഞാൻ നിങ്ങളെ കൊണ്ട് നിസ്കരിക്കട്ടെ എന്ന് ചോദിച്ചു. വദാക ഫീ ഗൈരി വഖ്തി സ്വലാത്തി, അതൊരു ഫർള് നിസ്കാരത്തിന്റെ സമയമായിരുന്നില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു സഹാബികളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സഹാബികൾ അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് തരണമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് സുന്നത്ത് വീട്ടിൽ എവിടെയെങ്കിലും വെച്ച് നിസ്കരിക്കാൻ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ വീട്ടിൽ നിസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കട്ടെ ചോദിച്ചു. അപ്പൊ ഫർളിന്റെ സമയമൊന്നുമല്ല, അപ്പോൾ സുന്നത്തായ നിസ്കാരം. ഫഖാല റജുലുൻ മിനൽ ഖൗം, അപ്പോൾ വേറെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർ ചോദിച്ചു: ഫഅയ്ന ജഅല അനസൻ മിൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അനസിനെ എവിടെയാണ് വെക്കേണ്ടത്? നിസ്കരിക്കുന്ന സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു എവിടെയാണ് നിർത്തേണ്ടത് ചോദിച്ചു. ഫഖാല ജഅലഹു അൻ യമീനിഹി ثم صلى بنا. അങ്ങനെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വലതു ഭാഗത്താക്കി എന്നിട്ട് നിസ്കരിച്ചു. ثم دعا لنا اهل البيت. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാര ശേഷം ആ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്തു. ബികുല്ലി ഖൈറിൻ മിൻ ഖൈരി ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയും പരലോകത്തിലെയും എല്ലാ ഖൈറുകൾക്കും വേണ്ടി ദുആ ചെയ്തു. ഫഖാലത് ഉമ്മി, അങ്ങനെ ദുആ ചെയ്തു കഴിഞ്ഞപ്പോൾ ഉമ്മ അഥവാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു: യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖുവൈദിമുക, നിങ്ങളുടെ ഖാദിമായിട്ടുള്ള ചെറിയ ഖാദിമായിട്ടുള്ള അനസ്, ഉദ്ഉല്ലാഹ ലഹു, അവന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഫദഅലി ബികുല്ലി ഖൈറിൻ, അനസ് മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് എല്ലാ ഖൈറും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അപ്പോൾ എല്ലാ ഖൈറും ഉണ്ടാവണേ. കാന ഫീ ആഖിർ ദുആഇഹി അൻ ഖാല, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആഇന്റെ അവസാനത്തിൽ അവിടുന്ന് പറഞ്ഞു: അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വബാരിക് ലഹു. അല്ലാഹുവേ, അനസിന് സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും സന്താനങ്ങളെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും അതിലൊക്കെ ബറക്കത്ത് ചൊരിയുകയും ചെയ്യണമേ എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ ഹദീസ് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി എന്തിനു ദുആ ചെയ്തു? സമ്പത്തും അതുപോലെ തന്നെ സന്താനങ്ങളും അധികരിക്കാൻ വേണ്ടി, അത് വർദ്ധിച്ചു ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്തു എന്നാണ് ഈ ബാബിന്റെ ഉദ്ദേശവും ഈ ഹദീസ് കൊണ്ടുള്ളതും. നമുക്ക് കാണാം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവസാന കാലത്ത് ഒരുപാട് നൂറിന്റെ അടുത്തോ നൂറിനപ്പുറമോ വയസ്സ് വരെ ജീവിച്ച സ്വഹാബിയാണ് അനസ് ബിൻ മാലിക്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവസാന സമയത്ത് പറയുന്നുണ്ട്, അവിടുത്തെ മകൾ അനസ് ബിൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഒരിക്കൽ അറിയിച്ചു, 90 ചില്ലാനം മക്കളും പേരമക്കളുമായിട്ട് 90 ചില്ലാനം സന്താനങ്ങൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അൻസാരികളിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനേക്കാൾ സമ്പത്തുള്ള ഒരു അൻസാരിയും പിന്നീട് അവർ ഉണ്ടായിട്ടില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആക്ക് ഉത്തരം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട പാഠങ്ങൾ, ഫവായിദുകൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത്, അന്ന ദുആ ബികസ്റത്തിൽ മാലി വൽ വലദി മശ്റൂഉൻ. ഒരാൾക്ക് സമ്പത്ത് വർദ്ധിക്കാൻ അല്ലെങ്കിൽ സന്താനങ്ങൾ വർദ്ധിക്കാൻ ദുആ ചെയ്യുക എന്നുള്ളത് ശർഇൽ അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. ചില ആളുകൾക്ക് ധാരണ ഉണ്ട്, സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്തത് എന്തോ മോശമാണ്, എന്തോ ദീനിൽ കുറവാണ്, അല്ലെങ്കിൽ സന്താനങ്ങൾ കൂടുക എന്നുള്ളത്. അങ്ങനെ ചില ആളുകൾ വിചാരിക്കാറുണ്ട്. അങ്ങനെയില്ല. സമ്പത്തും സന്താനങ്ങളും ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ദുആ ചെയ്യാവുന്നതാണ്. അത് ശറഅക്കപ്പെട്ട, ശറഇൽ അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തേത്, വഅന്നൽ മാല വൽ വലദ നിഅമത്തുൻ വഖൈറുൻ ഇദാ ഉതിഅ അല്ലാഹു തബാറക വതആല ഫീഹിമാ. സമ്പത്തും സന്താനങ്ങളും ഖൈറാണ്, അത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. എപ്പോൾ? ആ രണ്ടെണ്ണത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ അനുസരിക്കപ്പെടും. സമ്പത്തും സന്താനങ്ങളും ഖൈറാകുന്നത് എപ്പോഴാണ്? സമ്പത്ത് ലഭിച്ചു, അത് ഖൈറാണ്, അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കപ്പെടണം. അതിന് സക്കാത്ത് കൊടുക്കണം, നമ്മൾ ചെലവഴിക്കേണ്ടവരെ നിർബന്ധമായവരെ ചെലവഴിക്കണം, ദാനധർമ്മങ്ങൾ നിർവഹിക്കണം. ആ രീതിയിലാണ് നല്ലതാണ്. അതുപോലെ സന്താനങ്ങൾ നല്ലതാണ്, നിഅമത്താണ്. അത് അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ, അവരെ വളർത്തിക്കൊണ്ടുവരുന്ന അവസ്ഥയിൽ, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന വിഷയത്തിൽ എല്ലാം അത് ഖൈറാണ്. മൂന്നാമത്തെ ഒരു ഫായിദ, تحقق استجابة الله لدعاء نبيه صلى الله عليه وسلم في أنس حتى صار أكثر الأنصار مالا وولدا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ഉത്തരം ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് ഈ ഹദീസിൽ മനസ്സിലാക്കാം. കാരണം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആയിരുന്നു അൻസാരികൾ പിന്നീട് ഏറ്റവും അധികം സമ്പത്തുള്ളവനും അതുപോലെ തന്നെ സന്താനങ്ങൾ ഉണ്ടായവനും. അതുപോലെ തന്നെ മറ്റൊരു ഫായിദ ഈ ഹദീസിൽ നിന്ന്, അന്ന الرجل إذا اهتم بالرجل وقف عن يمين الإمام والظاهر أنه يقف محاذيا له لا يتقدم عليه ولا يتأخر. അതായത് രണ്ട് പുരുഷന്മാർ നിസ്കരിക്കുകയാണെങ്കിൽ ഒരാൾ ഇമാമ് നിൽക്കുമ്പോൾ മറ്റേ ആൾ നിൽക്കേണ്ടത് ആ ഇമാമ് നിൽക്കുന്ന ആളുടെ വലതു ഭാഗത്താണ്. അതിൽ ഏറ്റവും ആയിട്ടല്ല, ഇമാമും മഅ്മൂമും നിസ്കരിക്കുമ്പോൾ രണ്ടാൾ നിസ്കരിക്കുകയാണെങ്കിൽ ഒപ്പം തന്നെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു റിവായത്തിൽ കാണാം, ബാബു യഖൂമു, ബുഖാരി റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുണ്ട്, ബാബു യഖൂമു അൻ യമീനിൽ ഇമാമി ബിഹദാഇഹി സവാ ഇദാ കാന ഇത്നൈൻ. രണ്ടാളാണെങ്കിൽ ഇമാമിന്റെ അടുത്ത് ഒരേ സഫിൽ ഒരേപോലെയാണ് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കേണ്ടത് എന്ന് കാണാൻ സാധിക്കും. അപ്പോ ഈ ഹദീസിൽ നിന്ന് പ്രധാനപ്പെട്ട ഫായിദകൾ അതാണ്. അപ്പൊ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി സമ്പത്ത് വർദ്ധിക്കാനും അതുപോലെ തന്നെ സന്താനങ്ങൾ വർദ്ധിക്കാനും ദുആ ചെയ്യുക എന്നുള്ളത് അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെപ്പോഴാണ് ഖൈറും നിഅമത്തുമാകുന്നത്? ആ വിഷയത്തിൽ അള്ളാഹുവിനെ അനുസരിക്കപ്പെടുമ്പോൾ. അടുത്ത ബാബ്, ബാബുൽ വാലിദാതു റഹീമാതുൻ. അടുത്ത ബാബ്, വാലിദാത്ത് അഥവാ ഉമ്മമാർ അവർ അതിയായി കാരുണ്യം കാണിക്കുന്നവരാണ് എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. നമുക്ക് വളരെയധികം അറിയുന്ന ഒരു കാര്യമാണ്, മക്കളോട് ഏറ്റവും കാരുണ്യം കാണിക്കുന്നവർ അവരുടെ ഉമ്മമാരായിരിക്കും എന്നത്. ആ വിഷയത്തിലുള്ള ഹദീസുകളാണ് കൊടുത്തത്. عن أنس بن مالك رضي الله عنه قال, أنس بن مالك رضي الله عنه ذكرنا, جاءت امرأة إلى عائشة رضي الله عنها. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്നു. فاعتتها عائشة ثلاثة مرات.
ആ സ്ത്രീക്ക് ആയിഷ റളിയല്ലാഹു അൻഹ 3 ഈത്തപ്പഴങ്ങൾ കൊടുത്തു. 3 ഈത്തപ്പഴങ്ങൾ കൊടുത്തു. ഫഅതത് കുല്ല സബിയ്യിൻ ലഹാ തംറതൻ. അപ്പൊ 2 കുട്ടികൾ ആ ഉമ്മാന്റെ ഒപ്പം ഉണ്ട്. ആ സ്ത്രീ വന്നപ്പോ ആ സ്ത്രീയുടെ ഒപ്പം 2 കുട്ടികളുണ്ട്. അപ്പൊ 3 ഈത്തപ്പഴം കൊടുത്തപ്പോ അതിൽ ഓരോന്ന് ഒരു ഈത്തപ്പഴം ഒരു കുട്ടിക്കും മറ്റേ ഈത്തപ്പഴം മറ്റേ കുട്ടിക്കും കൊടുത്തു. വംസകത് ലിനഫ്സിഹാ തംറതൻ. ഒരെണ്ണം അവർക്ക് കഴിക്കാൻ വേണ്ടി ഉമ്മാക്ക് കഴിക്കാൻ വേണ്ടി ഉമ്മാന്റെ എടുത്തു വെച്ചു. ഫഅകല സിബിയാനി അത്തംറതൈനി വനദറാ ഇലാ ഉമ്മിഹാ. ആ 2 കുട്ടികളും അവർക്ക് ലഭിച്ച 2 ഈത്തപ്പഴവും തിന്നു കഴിഞ്ഞിട്ട് അടുത്തത് കിട്ടാൻ വേണ്ടിയിട്ട് അവരെങ്ങോട്ട് നോക്കി? ഉമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവും, അവർക്ക് കിട്ടിയത് കഴിഞ്ഞു, ഇനി പറഞ്ഞ ബാക്കിയുണ്ട്, അത് ഉമ്മ കഴിക്കാൻ വെച്ചതാണ്. കുട്ടികൾ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കി. فعملت إلى التمرة فشقتها فأعطت كل صبي نصف تمرة. ആ ഉമ്മ എന്ത് ചെയ്തു? ആ തന്റെ കയ്യിലുള്ള ഈത്തപ്പഴം അത് അമർത്തി 2 പൊളിയായി പൊളിച്ച് ആ 2 കഷ്ണങ്ങൾ 2 കുട്ടികൾക്കായിട്ട് വീണ്ടും വിരിച്ചു കൊടുത്തു. അവര് കഴിക്കാൻ വേണ്ടി വിശന്നിട്ട് അവർക്ക് കഴിക്കാൻ വേണ്ടി വെച്ചതാണ്. 2 വിരിച്ചു കൊടുത്തു. فجاء النبي صلى الله عليه وسلم فأخبرته عائشة فقال. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ഈ കാര്യം അറിയിച്ചു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് അറിയിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ യുഅജിബുക മിൻ ദാലിക്. എന്താണ് നിനക്ക് യുഅജിബുകി മിൻ ദാലിക്, നിനക്ക് എത്ര അത്ഭുതം ഉണ്ടായ കാര്യത്തിൽ? കാരണം വിശന്ന് വന്നവരാണ്, അപ്പൊ ഉമ്മ കഴിക്കാൻ പറ്റിയ സാധനം ഇങ്ങനെ കൊടുത്തല്ലോ എന്ന്. എന്നിട്ട് പറഞ്ഞു, ലഖദ് റഹിമഹുല്ലാഹു ബിറഹ്മതിഹാ സുബിയ്യൈഹാ. ഉമ്മ അല്ലാഹ് ആ സ്ത്രീയോട് റഹ്മത്ത് കാണിച്ചിരിക്കുകയാണ്. ആ സ്ത്രീ ആ കുട്ടികളോട് റഹ്മത്ത് കാണിച്ചതിന്റെ പേരിൽ അള്ളാഹ് സ്ത്രീയോടും റഹ്മത്ത് കാണിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി. അതായത് ഉമ്മമാരെന്നുള്ളത് നമ്മള് ബിറുൽ വാലിദൈന്റെ ബാബിലൊക്കെ ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ പറഞ്ഞതാണ്. അതില് ഉമ്മമാരോട് ചെയ്യേണ്ട കടമകളാണ് പറഞ്ഞത്. ഈ ഹദീസ് എന്താണ്? ഒരു ഉമ്മക്ക് മക്കളോട് ഉണ്ടാകുന്ന സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, കാരുണ്യത്തിന്റെ അളവ് ഇത് വളരെ വലുതാണ്. ഒരു പിതാവിന് ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ അധികമായിരിക്കും ഒരു ഉമ്മാക്ക് അവരുടെ മക്കളോട് ഉണ്ടാവുക. പിതാവിന് ചിലപ്പോ അവർക്ക് ചെലവിന് കൊടുക്കുന്നുണ്ടാകും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരു പ്രത്യേക തരത്തിലുള്ള കാരുണ്യവും വാത്സല്യവും എല്ലാം ഉമ്മാക്കാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോ ആ ഉമ്മാന്റെ മേലെ അള്ളാഹു കാരുണ്യം കാണിച്ചു. എന്ത് കാരണത്താൽ? ആ ഉമ്മാക്ക് കുട്ടികളോടുള്ള കാരുണ്യം കാരണത്താൽ. ഇതെല്ലാ ജന്തുജീവജാലങ്ങളിലും പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ ജീവികളും നോക്കിയാലും എല്ലാ ജീവികളിലെയും അവരുടെ ഉമ്മാക്ക് അഥവാ ആ കുട്ടികളെ പ്രസവിക്കുന്ന ആ ഉമ്മാക്ക് ആ കുട്ടികളോട് ഉണ്ടാകുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള വാത്സല്യവും സ്നേഹവുമായിരിക്കും. അടുത്തത് ബാബു ഖുബ്ലത്തി സിബിയാൻ, കുട്ടികളെ ചുംബിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ, അതുമായി ബന്ധപ്പെട്ട ഹദീസുകളെ ബാബ്. عن عائشة رضي الله عنها قالت جاء أعرابي إلى النبي صلى الله عليه وسلم فقال أتقبلون صبيانكم. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു അറാബി വന്നുകൊണ്ട് അത്ഭുതത്തോടു കൂടി ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ മക്കളെയൊക്കെ ചുംബിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി മാ, പിന്നെ പറയാണ്, പിന്നെ അറാബി തന്നെ പറയാണ്, വല്ലാഹി മാ നുഖബ്ബിലുഹും, ഞങ്ങൾ കുട്ടികളെ ചെയ്യാറില്ല, ചുംബിക്കാറൊന്നുമില്ല, ഞങ്ങൾ കുട്ടികളെ എടുത്ത് ചുംബിക്കാറില്ല. فقال النبي صلى الله عليه وسلم, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അറാബിയോട് ചോദിച്ചു, അവ അംലികു ലക അൻ നസഅ അല്ലാഹു മിൻ ഖൽബിക റഹ്മ, അല്ലാഹു നിന്റെ ഖൽബിൽ നിന്ന് റഹ്മത്ത് ഒഴിവാക്കിയതിന്റെ പേരിൽ ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക. അപ്പോ കാരുണ്യം, മറ്റുള്ളവരോട് കാരുണ്യം ഉണ്ടാവുക എന്നുള്ളത് അല്ലാഹു നൽകുന്ന മഹത്തായ ഒരു അനുഗ്രഹമാണ്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞു മക്കളെ, കുട്ടികളെ, ചെറിയ കുട്ടികളെ അവരെ താലോലിക്കുകയും കൊഞ്ചിക്കുകയും അവരെ ചുംബിക്കുകയും ചെയ്യുക എന്നുള്ളത് കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഒരു അറാബിയുടെ വിഷയം പറയുമ്പോൾ അറാബികൾക്ക് പൊതുവെയുള്ള പ്രത്യേകത അവർ പലിശ സ്വഭാവങ്ങളായിരിക്കും, സ്വഭാവം അവർ പലിശായിരിക്കും. അതുപോലെ തന്നെ കുഫറിന്റെയും നിഫാഖിന്റെയും വിഷയത്തിലെല്ലാം അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് തൗബയിലെ 97-ാമത്തെ ആയത്തിൽ കാണാം, അൽ അറാബു അശദ്ദു കുഫ്റൻ വനിഫാഖൻ വഅജ്ദറു അല്ലാ യഅലമു ഹുദൂദ മാ അൻസലല്ലാഹു അലാ റസൂലിഹി വല്ലാഹു അലീമുൻ ഹകീം. അറാബികൾ അവര് കുഫറിലും നിഫാഖിലെല്ലാം കടുത്ത ആളുകളായിരിക്കും. അതുപോലെ തന്നെ ദജ്ജാലിന്റെ ഹദീസുകളിൽ കാണാം, ദജ്ജാലിനോടൊപ്പം അധികവും അറാബികൾ പോകുമെന്ന് കാണാം.
അങ്ങനെയുള്ള ആളുകളായിരിക്കും ഈ ഗ്രാമത്തിൽ നിന്നും അതുപോലെ പട്ടണങ്ങളിൽ നിന്നെല്ലാം മാറി മരുഭൂമിയിൽ ഒട്ടകത്തിനെയും മറ്റുമായി അങ്ങനെ ജീവിക്കുന്ന ആ അറാബികൾക്ക് ഉണ്ടാകുന്നത് തനിച്ച സ്വഭാവമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരവരുടെ കുട്ടികളെ ചുംബിക്കാറില്ല. അതൊരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഏതുപോലെ ഇപ്പോ കുഫാറുകൾ, ഇപ്പോ ജൂതനസാറാക്കളും മറ്റെല്ലാം സുജൂദ് ചെയ്യുക എന്നുള്ള അവർക്ക് ഭയങ്കര അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. ചില ആളുകൾക്ക് സുജൂദ് ചെയ്യുക, കാരണം അവരുടെ തല അത്രയും ഉന്നതമായി കണ്ടിട്ടുള്ളത് ഭൂമിയിൽ വെച്ച് ഒരാൾ മുമ്പിൽ വെക്കുക എന്നുള്ളത് വളരെ അത്ഭുതമായി കാണുന്ന ആളുകളുണ്ട്. അപ്പൊ അതേപോലെ പല കാര്യങ്ങൾ കാണുന്ന പോലെ കുട്ടികളെ ചുംബിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്, അവര് ചെയ്യാറില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞ എന്താണ്, നിന്റെ കൽബിൽ അള്ളാഹു റഹ്മത്ത് എടുത്ത് കളഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യാനാണ് എന്നുള്ളതാണ്. അപ്പൊ കുട്ടികളെ ചുംബിക്കുന്നതും താലോലിക്കുന്നതും സ്നേഹിക്കുന്നതും എല്ലാം ഒരാളുടെ കൽബിൽ റഹ്മത്തുണ്ട് എന്നതിന്റെ അടയാളമാണ് എന്ന്, അതുപോലെ തന്നെ അവരുടെ കൽബിൽ ഇഖത്തുള്ളതാണ്, നേർമയാർന്ന കൽബുള്ളവരാണ് എന്നുള്ള അറിയിക്കുന്ന അടയാളമാണ് എന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്ത ഹദീസ് عن أبي هريرة رضي الله عنه قال قبل رسول الله صلى الله عليه وسلم حسن بن علي وعنده الأقرع بن حابس التميمي جالس. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ അഖ്റ ഇബ്നു ഹാബിസ് അത്തമീമി റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരക്കുട്ടിയായിട്ടുള്ള ഹസനെ, ഫാത്തിമ ബീവിയുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനായിട്ടുള്ള ഹസനെ ചുംബിച്ചു. അവ അഖ്റ ആ സമയത്ത് ചോദിച്ചു, ഫഖാല അഖ്റ ഇന്നലി 10 മിനൽ വലദ്, എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദൻ, ഞാൻ അതിൽ ഒരാളെയും ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഫനദറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടുകൂടി നോക്കി. അഖ്റ ഇബ്നു ഹാബിസിനെ ഈ പറഞ്ഞു കേട്ടപ്പോൾ അത്ഭുതത്തോടുകൂടി നോക്കി. എന്നിട്ട് പറഞ്ഞു, സുമ്മ ഖാല മൻ ലാ യർഹം ലാ യുർഹം, ആരാണോ കാരുണ്യം കാണിക്കാത്തത് അവനോട് കാരുണ്യം കാണിക്കപ്പെടുകയില്ല. അതായത് നമ്മൾ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുക എന്നുള്ളത് 7 ആകാശത്തിന് മുകളിൽ അർശിന് മേൽ ഇസ്തിവാ ചെയ്തിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമുക്ക് കാരുണ്യം ലഭിക്കാനുള്ള കാരണമാണ്. അപ്പൊ നമ്മളോട് നമ്മുടെ എന്തെങ്കിലും വിഷയത്തിൽ ഏത് കാര്യം അങ്ങനത്തെയാണ്, അള്ളാഹുവിന്റെ പൊതുവായിട്ടുള്ള ഒരു സുന്നത്താണ് അൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ, ഇഹ്സാൻ ചെയ്യുന്നവർക്ക് ഇഹ്സാൻ അല്ലാതെ എന്താണ് പ്രതിഫലം? ഒരു മുസ്ലിമിന്റെ ന്യൂനത നമ്മൾ മറച്ചു വെച്ചാൽ അള്ളാഹു നമ്മുടെ ന്യൂനത മറച്ചു വെക്കും. ഒരു മുസ്ലിമിനെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുത്താൽ അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരും. ഒരു മുസ്ലിമിന്റെ ഞെരുക്കം എളുപ്പമാക്കി കൊടുത്താൽ അള്ളാഹു നമ്മളോട് അതുപോലെ ചെയ്യും. ഒരു പച്ചക്കറിയുള്ള ഏത് ജീവിക്കും അതിന് വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണമോ നൽകിയാൽ അള്ളാഹു നമുക്ക് പകരം നൽകും. ഭൂമിയിലുള്ള ജീവികളോട് നമ്മൾ കാരുണ്യം കാണിച്ചാൽ അള്ളാഹു നമ്മളോട് കാരുണ്യം കാണിക്കും. ഇത് അള്ളാഹുവിന്റെ സുന്നത്താണ്. അപ്പോ ഈ കുട്ടികളെ ചുംബിക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് കാരുണ്യത്തിന്റെ ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചുകൊണ്ടാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത തന്റെ കുടുംബത്തിനോട്, തന്റെ ഭാര്യമാരോടും അതുപോലെ തന്നെ പേരമക്കളോടും ഫാത്തിമ ബീവിയുടെ മക്കളോടും അതുപോലെ തന്നെ അടിമകളോടും എല്ലാം വളരെയധികം റഹ്മത്ത് കാണിച്ചിരുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു റിവായത്ത് കാണാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളത്, മാ റഅയ്തു അഹദൻ കാന അർഹമ ബിൽ ഇയാൽ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ തന്റെ കീഴിലുള്ള കുടുംബക്കാരോട് കാരുണ്യം കാണിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അത്രയും ഭാര്യമാരോടാകട്ടെ കുടുംബത്തിലുള്ളവരോടാകട്ടെ അങ്ങനെയുള്ള ആരോടൊക്കെ ഉണ്ടോ അവരോടെല്ലാം അങ്ങേയറ്റം കാരുണ്യം കാണിച്ചിരുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത ബാബു അദബിൽ വാലിദി വബിർറുഹു ലിവലദിഹി വബിർരിഹി ലിവലദിഹി. ഒരു പിതാവ് കാണിക്കേണ്ട മര്യാദ ഏത് വിഷയത്തിൽ, അതുപോലെ മക്കൾക്ക് പുണ്യം ചെയ്യുന്ന വിഷയത്തിലെല്ലാം പിതാവ് കാണിക്കേണ്ട മര്യാദ. النعمان بن بشير رضي الله عنه أن أباه انطلق به إلى رسول الله صلى الله عليه وسلم يحمله. നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഉപ്പ അദ്ദേഹത്തെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഉശ്ഹിദുക അന്നി ഖദ് നഹൽതു നുഅ്മാന കദാ വകദാ. റസൂലേ, ഞാൻ നിങ്ങളെ സാക്ഷിയായിട്ട് നിർത്തുകയാണ്. ഞാനിതാ എന്റെ മകനായിട്ടുള്ള നുഅ്മാനെ
ഞാൻ ഇന്നാലിന്റെ സാധനങ്ങൾ നൽകുന്നതിന്, ഒരു സമ്മാനമായി നൽകുന്നതിന് ഞാൻ നിങ്ങളെ സാക്ഷിയായി നിർത്താമെന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അകുല്ല വലദിക നഹൽത, നീ നിന്റെ എല്ലാ മക്കൾക്കും ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ, ഇതുപോലെ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഖാല ലാ, അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ കൊടുക്കുന്നില്ല. ഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅശ്ഹിദ് ഗൈരി, എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും സാക്ഷിയായി നിർത്തിക്കോ. നീ നുഅ്മാന് കൊടുക്കുന്നതിന് എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും സാക്ഷിയായി നിർത്തിക്കോ എന്ന് പറഞ്ഞു. ثم قال, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ യസുറുക അൻ യകൂനു ഫിൽ ബിർരി സവാ, നിനക്ക് സന്തോഷമാകില്ലേ നീ പുണ്യം ചെയ്യുന്നതിൽ ഒരുപോലെ മക്കൾക്ക് ചെയ്യാൻ വേണ്ടി നിനക്ക് അതല്ലേ സന്തോഷമാവുക? ഖാല ബല, അദ്ദേഹം പറഞ്ഞു അതെ. ഖാല ഫല ഇദൻ, അങ്ങനെയാണെങ്കിൽ ഇവന് മാത്രമായിട്ട് കൊടുക്കാൻ പാടില്ല, ഇവന് മാത്രമായിട്ട് കൊടുക്കാൻ പാടില്ല. ഒരു പിതാവിന്റെ ഭാഗത്ത് മക്കളോട് കാണിക്കുന്ന പുണ്യത്തിൽ നമ്മൾ ഓരോരുത്തരും ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരിക്കലും മക്കളിൽ ഒരു രണ്ടായി കാണുന്ന, തരം തിരിച്ച് കാണുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. അത് ചില ആവശ്യങ്ങളിൽ നൽകാം. അപ്പോ വലിയൊരു മകനുണ്ട്, അപ്പൊ അവന് വിവാഹം കഴിക്കേണ്ട ആവശ്യം ഉണ്ടാവും, അപ്പൊ ചെറിയ മകന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല, അത് ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ വലിയൊരു മകന് പഠനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വേണം, ചെറിയ മക്കൾക്ക് അത് ആവശ്യമില്ല, അത് ചെയ്യാം. ഒരു ഹാജത്ത് നമുക്ക് ചെയ്യാം. അതല്ലാത്ത രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു സമ്മാനങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ നൽകുന്ന ഒരവസ്ഥയിൽ അവരുടെ, അല്ലെങ്കിൽ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന, സ്നേഹം തോന്നുക എന്നുള്ള നമ്മുടെ കയ്യിലൊരു കാര്യമില്ല. ചില മക്കളോട് കൂടുതൽ സ്നേഹം തോന്നുക, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കൂടുതൽ ഇഷ്ടം തോന്നുക, ഇതൊന്നും നമ്മുടെ നിയന്ത്രണം. ഹബ്ബ് എന്ന് പറഞ്ഞ കാര്യം തന്നെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് പ്രകടിപ്പിക്കുന്നിടത്തും അതുപോലെ അതിന്റെ അടയാളമായിട്ടുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നിടത്തും അല്ലെങ്കിൽ പ്രത്യേക പരിഗണനകൾ നൽകുന്നിടത്തും മക്കൾ തമ്മിൽ എന്ത് ചെയ്യണം, നമ്മൾ നീതി പാലിക്കണം. അതല്ല എങ്കിൽ മക്കൾക്കിടയിൽ അത് വലിയൊരു കുഴപ്പത്തിലേക്കും അവരുടെ ദീനിനും ദുനിയാവിനും തന്നെ അപകടം പറ്റുന്ന രീതിയിൽ അത് ബാധിക്കും. അല്ലാഹു തആല ഖുർആനിൽ തന്നെ യാഖൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളുടെ ഇടയിൽ ഉണ്ടായ ചരിത്രം പറയുന്നിടത്ത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് അവരുടെ ദീനിനെ നശിപ്പിക്കും. അവരേത് തരത്തിലാണ് അതിന്റെ കാര്യങ്ങൾ അതിന്റെ അനന്തര ഫലമായിട്ട് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കും പല കുടുംബത്തിലും അതുപോലുള്ള കാര്യങ്ങൾ കാണുന്നതാണ്. എന്നല്ല ഉണ്ടാവുക. അപ്പൊ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നിടത്ത് നമ്മൾ കാണിക്കുന്ന ഈ വിവേചനം അവർ വലുതായി കഴിഞ്ഞിട്ടാണ് അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് മക്കളുടെ ഇടയിൽ ഈ തരത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് ദീൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണ് നമ്മൾ പറഞ്ഞത്. വേറെയും ഹദീസുകൾ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അടുത്ത ബാബ്, ബാബു മൻ ലാ യർഹമു ലാ യുർഹം. عن أبي سعيد عن النبي صلى الله عليه وسلم قال من لا يرحم لا يرحم. നേരത്തെ പറഞ്ഞ അതേ ഹദീസിനെ ആരാണോ കാരുണ്യം കാണിക്കാത്തത് അവനോട് കാരുണ്യം കാണിക്കപ്പെടുകയില്ല. ആ അർത്ഥത്തിൽ തന്നെ മറ്റൊരു ഹദീസ്, عن جرير بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يرحم الله من لا يرحم الناس. ജനങ്ങളോട് കാരുണ്യം കാണിക്കാത്തവന് അല്ലാഹു തആലയും അവനോട് കാരുണ്യം കാണിക്കുകയില്ല. അല്ലാഹു തആല റഹ്മാനാണ്. അള്ളാഹുവിന്റെ നാമമാണ് റഹ്മാൻ. റഹ്മത്ത് അള്ളാഹുവിന്റെ ദാതിയായ സിഫത്താണ്. അള്ളാഹു എപ്പോഴും റഹ്മാനാണ്. അള്ളാഹു റഹ്മാനാകാൻ പ്രത്യേകം എന്ത് ചെയ്യണ്ട, അള്ളാഹുവിന് വിവാദത്തിന്റെ ആവശ്യമില്ല. ഉദാഹരണത്തിന് അള്ളാഹു ദുൽഇഖാമാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്, പിടികൂടുന്നവനാണ്, അല്ലെങ്കിൽ വേറെ പല വിശേഷങ്ങളും കാണാം. പക്ഷെ അതൊക്കെ അള്ളാഹുവിന് കോപം ഉണ്ടാകും. പക്ഷെ ആ കോപം ഉണ്ടാകണം അല്ലെങ്കിൽ കഠിനമായി ശിക്ഷിക്കണം, ഇതൊക്കെ അള്ളാഹുവിന് പ്രത്യേകം ഉദ്ദേശം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അള്ളാഹുവിന്റെ പ്രത്യേകം ഇറാദത്ത് കൊണ്ട് ഉണ്ടാകുന്ന സിഫത്തുകളാണ്. പക്ഷെ റഹ്മത്ത് എന്നുള്ള സിഫത്ത് അള്ളാഹുവിന്റെ ദാത്തിയായിട്ടുള്ളതാണ്. എപ്പോഴും അള്ളാഹുവിന്റെ അടുത്തുള്ളതാണ്. എപ്പോഴും അള്ളാഹു റഹ്മാനാണ്. അള്ളാഹുവിന് കാരുണ്യം കാണിക്കാൻ പ്രത്യേകം ഒരു ഇറാദത്തിന്റെ ആവശ്യമില്ല. അപ്പൊ അള്ളാഹു തആല വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അടിമകൾക്കിടയിൽ അവർക്ക് യോജിച്ച രീതിയിൽ അടിമകൾ കാണിക്കുക എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് നമ്മൾ കാരുണ്യം കാണിക്കണം. പല ആളുകളും അവരുടെ കീഴിൽ ജോലിക്കാരുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ കീഴിൽ മക്കളുണ്ടാകും, സഹോദരങ്ങളുണ്ടാവും, സഹോദരിമാരുണ്ടാവും, ഭാര്യമാരുണ്ടാവും. അവരോട് ഒരു കാരുണ്യവും ഇല്ലാതെ പെരുമാറുന്ന അവസ്ഥ കാണാം. അത് നമ്മൾ വിചാരിക്കരുത്. അവര് നമ്മുടെ കീഴിലായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവര് നമ്മുടെ കീഴിലായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പെരുമാറുന്നത്. അവര് നമ്മളെതിരെ നിൽക്കൂല എന്നുള്ള ബോധമുള്ളതുകൊണ്ടായിരിക്കും നമ്മുടെ താഴെയുള്ള ആളുകളോട് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം,
നമുക്ക് നമ്മുടെ കീഴിലുള്ള ആളുകളെക്കാൾ നമ്മുടെ മേലെ അധികാരമുള്ള ഒരു റബ്ബ് നമുക്കുണ്ട്. ആ റബ്ബിന്റെ കാരുണ്യം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കീഴിലുള്ള ആളുകളോട് നമ്മൾ കാരുണ്യം കാണിക്കണം. ഈ ബാബിലെ അടുത്ത ഹദീസ് عن أبي عثمان أن عمر رضي الله عنه استعمل رجلا. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ജോലിക്കാരനെ വെച്ചു. فقال العامل, ജോലിക്കാരൻ ഉദ്ദേശിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. സാധാരണഗതിയിൽ ഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ ഗവർണർമാരായിട്ട് ഒരാൾ ഉപയോഗിച്ചു. فقال العامل, ആ വ്യക്തി പറഞ്ഞു, إن لي كذا وكذا من الولد ما قبلت واحدا منهم. ആ വ്യക്തി പറഞ്ഞു, ഇന്നാലിന്ന മക്കളൊക്കെ ഉണ്ട്, ഒരു കുട്ടിയെയും ഞാൻ ചുംബിച്ചിട്ടില്ല. فزعم عمر أو قال عمر رضي الله عنه സമയത്ത് പറഞ്ഞു, إن الله عز وجل لا يرحم من عباده إلا أبرهم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ കാരുണ്യം ചൊരിയുകയില്ല അവരിൽ പുണ്യം ചെയ്യുന്നവരല്ലാതെ. അപ്പോ ഈ മക്കളെ നോക്കുക എന്നത് വരെ, മക്കളെ ചുംബിക്കുക, താലോലിക്കുക എന്നത് വരെ പുണ്യമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ദീനിൽ പഠിപ്പിച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മളൊക്കെ ഭാര്യമാരിൽ നിന്നുണ്ടാകുന്ന ചില ഉപദ്രവങ്ങൾ മക്കളിൽ നിന്നുണ്ടാകും. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ചാൽ, നമ്മളിപ്പോ നല്ലൊരു വസ്ത്രം ധരിച്ചു, നമ്മളൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി നമുക്കൊരു വില കൂടിയ വസ്ത്രം ഉണ്ട്, അത് നല്ല രീതിയിൽ ഇസ്തിരിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇറങ്ങി പോകുമ്പോ നമ്മുടെ ഒരു കുട്ടി വന്നിട്ട് അതിലേക്ക് പിന്നെ അവള് ഒരു മകളോ മകനോ ചളിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ആക്കി വിചാരിക്കാം. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും മനുഷ്യന് ദേഷ്യം വരും. പക്ഷേ നമ്മൾ എന്ത് മനസ്സിലാക്കണത്, നമ്മുടെ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ എല്ലാം നമുക്കുള്ള പരീക്ഷണമാണ്. നമ്മുടെ മക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ വരെ നമ്മുടെ പാപം പൊറുക്കാൻ കാരണമാകുന്ന കാര്യങ്ങളായി തീരും. മക്കളിൽ നമ്മൾ നേരിടുന്ന കാര്യങ്ങൾ വരെ നമ്മുടെ പാപം പൊറുക്കാനുള്ള കാരണങ്ങളായി തീരും, നമ്മൾ അവരോട് എങ്ങനെ ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോ അത് കുട്ടിയാണ് എന്ന് പരിഗണിച്ച് അവരോട് പുണ്യം കാണിക്കാൻ സാധിച്ചാൽ, ഇത് അല്ലാഹുവിന് പ്രതിഫലം കിട്ടുന്നതാണ് മനസ്സിലാക്കിയാൽ, അത് ഇബാദത്തിന്റെ ഭാഗമായി. അങ്ങനെ ഏത് കാര്യവും നമ്മൾ ആ ഇബാദത്തിന്റെ തലത്തിലേക്ക് അല്ലാഹുവിന് വേണ്ടി ആക്കുമ്പോഴാണ് നമ്മൾ ദീനിൽ ഉയർന്നു വരിക. നിസ്കാരവും നോമ്പും ഇത് മാത്രമല്ല ഇബാദത്തിന്റെ ഇനങ്ങളായിട്ടുള്ളത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ അല്ലാഹുവിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന നിലക്കാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ മാറുക. അതാണ് ഈ ഹദീസുകൾ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം. അടുത്ത ബാബു റഹ്മതി മിഅതു ജുസ്ഇൻ. കാരുണ്യം എന്നുള്ളത് 100 ഭാഗങ്ങളാണ്. عن أبي هريرة رضي الله عنه قال, أبو هريرة رضي الله عنه ذكره, سمعت رسول الله صلى الله عليه وسلم يقول, صلى الله عليه وسلم برنه, جعل الله عز وجل الرحمة 100 جزء. الله سبحانه وتعالى കാരുണ്യത്തെ 100 ജുസ് ആക്കി, 100 വിഭാഗമാക്കിയിട്ട് മാറ്റി, 100 ആക്കി മാറ്റിയിട്ടുണ്ട്. فأمسك عنده 99, അതിൽ 99 എണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ വെച്ചിരിക്കുകയാണ്. وأنزل في الأرض جزءا واحدا, അല്ലാഹു ഭൂമിയിലേക്ക് അതിൽ ഒന്ന് മാത്രമാണ് ഇറക്കിയിട്ടുള്ളത്. فمن ذلك الجزء يتراحم الخلق, ആ ഒറ്റ ജുസ് കൊണ്ടാണ്, ഒറ്റ ഭാഗം കൊണ്ടാണ് ദുനിയാവിലുള്ള എല്ലാ സൃഷ്ടികളും കാരുണ്യം കാണിക്കുന്നത്, പരസ്പരം കാരുണ്യം കാണിക്കുന്നത്. حتى ترفع الفرس حافرها عن ولدها خشية أن تصيبه. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു കുതിര ആ കുതിരയുടെ കാല് അതിന്റെ കുട്ടിയുടെ മേല് തട്ടുമോ എന്ന് വിചാരിച്ചിട്ട് അത് ഉയർത്തുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും അപകടം തട്ടരുത് എന്ന് എനിക്ക് അത് മാറ്റി വെക്കുന്നത് പോലും ആ കാരുണ്യത്തിന്റെ ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇത് വളരെ നമുക്ക് പ്രതീക്ഷയേക്കുന്ന ഒരു കാര്യമാണ്. ഈ 2 കാര്യങ്ങൾ, ഒന്ന് ദുനിയാവിലെ കാരുണ്യം. ഈ ലോകത്ത് എല്ലാ മനുഷ്യരെ കൂട്ടാതെ തന്നെ എല്ലാ ജന്തുജീവജാലങ്ങളും പോലും പരസ്പരം കാരുണ്യം കാണിക്കുന്നുണ്ട്, പരസ്പരം ഒരു കാരുണ്യം കാണിക്കുന്നുണ്ടാവും. മനുഷ്യരുടെ ഇടയിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഏതൊരാളാണെങ്കിലും, ഇപ്പൊ നമ്മൾ റോട്ടില് ഒരു മനുഷ്യൻ പെട്ടെന്ന് വാഹന അപകടമായി കിടക്കുന്നത് കണ്ടാൽ നമുക്ക് എന്ത് കാരുണ്യം തോന്നും. പോട്ടെ, ഒരു നമുക്കൊരു ഉപകാരവും ഇല്ലാത്ത ഒരു പൂച്ചയോ നായോ വരെ വണ്ടി ഇടിച്ച് പെട്ടെന്ന് ചോരടിച്ച് നമ്മുടെ മനസ്സിൽ എന്ത് തോന്നും, ഒരു വിഷമവും കാരുണ്യം തോന്നുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെ പലതരത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ ഉമ്മയോ ഉപ്പയോ മക്കളോ സഹോദരങ്ങളോ അങ്ങനെ അയൽവാസികളോ അല്ലെങ്കിൽ മുസ്ലിം സഹോദരങ്ങളോ ഇവരൊക്കെ ആകുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് എന്ത് തോന്നും, കാരുണ്യം തോന്നും.
അങ്ങനെ ജന്തുജീവജാലങ്ങളും ഉണ്ടാകും. ഇതെല്ലാം അള്ളാഹു റഹ്മത്തിനെ 100 തിരിച്ച് അതിൽ ഒന്ന് മാത്രം ഭൂമിയിൽ ഇറക്കിയതുകൊണ്ടാണ്. ആ ഒന്നുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ബാക്കി 99 എണ്ണം അള്ളാഹു തആല അള്ളാഹുവിന്റെ അടുക്കൽ നാളെ മുഅ്മിനീങ്ങൾക്ക് പരലോകത്തേക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. പരലോകത്ത് അള്ളാഹുവിൽ വിശ്വാസമുള്ള തൗഹീദ് ഉണ്ടായിരുന്ന അടിമകൾ പാപങ്ങളുമായിട്ട് വരുമ്പോൾ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാനും അവരോട് കാരുണ്യം കാണിക്കാനും അള്ളാഹു മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആലോചിച്ചാൽ ഈ ലോകത്തുള്ള കോടാനുകോടി മനുഷ്യരുടെയും അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ജന്തുജീവജാല മത്സ്യങ്ങളെയും പക്ഷികളെയും എല്ലാം വിചാരിച്ച് അവരുടെ ഇടയിൽ കാണിക്കുന്ന കാര്യം ആലോചിച്ച്, ഒരു പക്ഷി കൂട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ തള്ളപ്പക്ഷി പുറത്തു പോയി ഭക്ഷണം കൊണ്ടുവന്ന് അവരെ വായിൽ വെച്ചു കൊടുക്കുന്നുണ്ട്, വായിൽ വെച്ചു കൊടുക്കും. ഒരു ആന അതിന്റെ കുട്ടിക്ക് തുമ്പിക്കൈ കൊണ്ട് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ വെച്ചു കൊടുക്കും. ഒരു പാമ്പ് വരെ അങ്ങനെ ചെയ്യും, പല രീതിയിൽ കുട്ടികൾക്കുള്ളത്. അങ്ങനെ എല്ലാ ജന്തുജീവജാലങ്ങളും നമുക്ക് ഏറ്റവും ഉപദ്രവകാരിയായിട്ട് തോന്നുന്ന ജീവികൾ പോലും അവരുടെ മക്കളോട് ഒരു കാരുണ്യം കാണിക്കുന്നുണ്ട്. പല ജീവികളും മനുഷ്യരെ ആക്രമിക്കുന്നതിന്റെ ഒരു കാരണം എന്നുള്ളത് അവർക്ക് വേണ്ടപ്പെട്ടവരെ ഉപദ്രവിക്കുമോ എന്ന് പേടിച്ച് അവരോടുള്ള കാരുണ്യത്തിന്റെ പേരിലാണ്. അപ്പൊ അതെല്ലാം ഉള്ളത് ആ ഒരൊറ്റ കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ എത്രയായിരിക്കും നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ അള്ളാഹു മാറ്റി വെച്ചിട്ടുള്ള ആ കാരുണ്യത്തിന്റെ ഫലം. ചില റിവായത്തുകളിൽ കാണാം പരലോകത്തേക്ക് വേണ്ടി അള്ളാഹു മാറ്റി വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ പറയുന്നത് കുതിരയെ പറ്റിയിട്ടാണ്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതൻ പറയാൻ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയാണ്, ഇബ്നു അബി ജംറ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഖസ്സൽ ഫറസ് ബിദ്ദിക്ർ, ഇതിൽ കുതിരയെ പ്രത്യേകം പറഞ്ഞു. വേറെ എത്ര ജീവികളുണ്ട്, കുതിരയെ പ്രത്യേകം പറയാനുള്ള കാരണം لأنها أشد الحيوان المألوف الذي يعاين المخاطبون حركته مع ولده. കാരണം ആ കുട്ടിയെ വെച്ചിട്ട് തന്നെ ചിലപ്പോ കുതിര എന്ന് പറഞ്ഞാൽ വലിമാ ഫിൽ ഫറസ് മിനൽ ഖിഫ വസുർഅതി ഫി തനഖുൽ, കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് അല്ലാഹു എല്ലാ സൃഷ്ടികൾക്കും ഒരു പ്രത്യേകത ഉണ്ട്. ജന്തുക്കൾക്ക് കുതിരയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. യുദ്ധത്തിനും അതുപോലെ യാത്രക്കും വേഗത്തിൽ പോകാൻ വേണ്ടി അല്ലാഹു ഒരുക്കിയിട്ടുള്ള ഒരു ജീവിയാണ് കുതിര. കുതിര നിന്നുകൊണ്ടാണ് ഉറങ്ങുക. അതായത് എപ്പോഴാണോ പോകേണ്ടത് അപ്പോൾ ഒന്ന് എഴുന്നേൽക്കുന്ന സമയം പോലും ഇല്ലാതെ പോർക്കളത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ നിൽക്കുന്ന യജമാനോട് അത്രയും അടുപ്പം കാണിക്കുന്ന, യജമാനോട് പ്രത്യേക ഒരു സ്നേഹം കാണിക്കുന്ന, നമുക്ക് കേട്ടിട്ടുണ്ട്, കൃത്യമായിട്ട് അറിയില്ല, വായിച്ചിട്ടും കേട്ടിട്ടുള്ള അറിവാണ്. ഒരു കുതിരയ്ക്ക് യജമാനൻ കൃത്യമായിട്ടുണ്ടെങ്കിൽ ആ യജമാനൻ കൊടുക്കുന്ന ഭക്ഷണമാണ് കുതിര കഴിക്കാറ്. ആ യജമാനന് വേണ്ടി ആ കൽപ്പനകൾ അനുസരിക്കുന്നിടത്ത് പ്രത്യേക താല്പര്യം കാണിക്കുന്നതാണ്. അങ്ങനെ ചില പ്രത്യേകതകൾ കാണാം കുതിരയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ഈ കുതിര വേഗം ചലിക്കുന്നത് കൊണ്ട് തന്നെ ഒപ്പമുള്ള കുട്ടികളുടെ മേലെ കാല് തട്ടാനും വേദന ഉണ്ടാക്കാനും ഉപദ്രവം ഉണ്ടാക്കാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അവിടെ പോലും ആ ധൃതിയിൽ പോലും തന്റെ മക്കൾക്ക് ഒരു അപകടം പറ്റുന്നതിനെ ഒഴിവാക്കാൻ കുതിര കാല് പ്രത്യേകം എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കുതിരയെ പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും. അപ്പോ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, റഹ്മാൻ എന്ന് ചിന്തിക്കുമ്പോൾ നാം മനസ്സിൽ നമ്മളൊന്ന് കൽബിൽ ചിന്തിച്ചാൽ മതി. ലോകത്തുള്ള എല്ലാവരും കാണിക്കുന്ന കാരുണ്യം എടുക്കുക. ഇപ്പൊ നമ്മുടെ നാട്ടില് ചില ആളുകൾക്ക് വേണ്ടി പണം പിരിക്കുന്നത് കണ്ടു, കോടിക്കണക്കിന് പണം പിരിക്കുന്നത്. ആരും പരിചയമില്ലാത്ത ഒരാളോട് കാരുണ്യം തോന്നിയിട്ട് ആളുകൾ പണം പിരിക്കുന്നത് കാണാം. അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ പല എന്തെങ്കിലും ഇപ്പോ പെടുത്തുണ്ടായതുപോലെ എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ വരുമ്പോ അവിടുത്തെ ആളുകളെ സഹായിക്കാൻ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അങ്ങനെയൊക്കെ ആളുകൾ പണം ചെലവാക്കുന്നു, പരിശ്രമിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എടുത്തു നോക്കിയാലും ബാക്കി 99 എണ്ണം അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു പരലോകത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അള്ളാഹു റഹ്മാനാണ്. അടുത്ത ബാബുൽ വസാത്ത് ബിൽ ജാർ, അയൽവാസികളുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള വസിയ്യത്തുകൾ, അയൽവാസികളോട് നമ്മൾ കാണിക്കേണ്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത ബാബുകൾ. അതിൽ പറയുന്നു, عن عائشة رضي الله عنها عن النبي صلى الله عليه وسلم قال, عائشة رضي الله عنها كان صلى الله عليه وسلم പറഞ്ഞു, ما زال جبريل يوصيني بالجار حتى ظننت أنه سيورثه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജിബ്രീൽ അയൽവാസികളുടെ വിഷയത്തിൽ എന്നോട് വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു പോയി അനന്തരാവകാശത്തിൽ ഒരു ഓഹരി അയൽവാസിക്ക് നൽകേണ്ടി വരുമോ എന്ന് വരെ
ഞാൻ വിചാരിച്ചു പോയി. അത്രയും ജിബ്രീൽ അലൈഹിസ്സലാം അയൽവാസിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് ചെയ്തുകൊണ്ടേ ഇരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ട ഹക്കുകളുണ്ട്. നമ്മുടെ ഉമ്മയോടാവട്ടെ, ഉപ്പയോടാവട്ടെ, മക്കളോടാവട്ടെ, ഭാര്യമാരോടാവട്ടെ, ഭർത്താവിനോടാവട്ടെ, അതുപോലെ തന്നെ മുസ്ലിമുകളോടാവട്ടെ, അതിൽപ്പെട്ടവരാണ് അയൽവാസികൾ. ആ അയൽവാസികളോട് അവർക്ക് നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ട അവകാശങ്ങളുണ്ട്, ഹദീസുകൾ വരുന്നുണ്ട്. ആ വിഷയത്തിൽ ഈ ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ അത്രയും ജിബ്രീൽ അലൈഹിസ്സലാം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഇനി ആരൊക്കെയാണ് അയൽവാസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയാണ്, വസ്മുൽ ജാർ, അയൽവാസി എന്നുള്ള പദം യശ്മുലുൽ മുസ്ലിമു വൽ കാഫിർ, അതിൽ മുസ്ലിം ഉൾക്കൊണ്ടു, കാഫിർ ഉൾക്കൊണ്ടു. വൽ ആബിദു വൽ ഫാസിഖ്, നല്ല അള്ളാഹുവിനെ ആരാധിക്കുന്നവനാണെങ്കിൽ ഉൾക്കൊണ്ടു, തെമ്മാടിയായാലും ഉൾക്കൊണ്ടു. വസ്സദീഖ് വൽ അദുവ്വു വൽ ഗരീബ്, സത്യസന്ധനാണെങ്കിലും ശത്രുവാണെങ്കിലും അപരിചിതനാണെങ്കിലും, വബലദി, നമ്മുടെ നാട്ടുകാരനാണെങ്കിലും, വന്നാഫിയ, ഉപകാരമുള്ളവനാണെങ്കിലും, വദ്ദാർ, ഉപദ്രവമുള്ളവനാണെങ്കിലും, വൽ ഖരീബ്, ഏറ്റവും അടുത്തവനാണെങ്കിലും, അടുത്ത ഉദ്ദേശിച്ച് കുടുംബബന്ധമുള്ളവനാണെങ്കിലും, വൽ അജ്നബി, കുടുംബബന്ധം ഇല്ലാത്തവനാണെങ്കിലും, വൽ അഖ്റബ് ദാരം വൽ അബ്അദ്, അടുത്ത വീടുള്ളവനാണെങ്കിലും കുറച്ച് ദൂരെയുള്ള വീടുള്ളവനാണെങ്കിലും, ഇവരൊക്കെ എന്തിൽ ഉൾക്കൊണ്ടു? അയൽവാസി എന്നുള്ള വാക്കിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അയൽവാസി എന്നുള്ള പദത്തിൽ ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. അയൽവാസിയോടുള്ള കടമ എന്ന് പറഞ്ഞാൽ ഇവരോടൊക്കെ ചെയ്യണം. മുസ്ലിം ആണെങ്കിലും കാഫിർ ആണെങ്കിലും തമ്മാടിയാണെങ്കിലും ഒക്കെ ചെയ്യണം. അത് രണ്ട് നേട്ടമാണ്. മുസ്ലിങ്ങളോട് ചെയ്യുന്നതും അത് മാറിയിട്ട് കാഫിറുകളോടും തെമ്മാടികളാണെങ്കിലും ഒക്കെ അവരോട് ചെയ്യുന്നതിനോട്, അവരോടുള്ള ഈ അയൽവക്ക് ബന്ധം ചേർക്കുന്ന രണ്ട് നേട്ടമാണ്. ഒന്ന്, അവർ അള്ളാഹുവിനെ അനുസരിക്കാനും അതുപോലെ തൗഹീദിലേക്കും ഇസ്ലാമിലേക്കുമുള്ള ദഅവത്തിനുള്ള ഒരു വഴിയാകും. ഇനി അതായില്ല എങ്കിൽ രണ്ടാമത്തേത്, അവരുടെ ഉപദ്രവങ്ങളിൽ നിന്നൊരു സുരക്ഷിതത്വം കിട്ടും. അവരിൽ നിന്ന് ഇങ്ങോട്ടുണ്ടാകുന്ന ഉപദ്രവത്തിൽ നിന്ന് ഒരു സുരക്ഷിതത്വം ഉണ്ടാകാൻ അവരോട് അയൽപക്ക ബന്ധം ചേർക്കുക, അല്ലെങ്കിൽ അവരോട് ആ രീതിയിലുള്ള നന്മകൾ ചെയ്യുക എന്നുള്ളത് ഈ രണ്ടാമതൊരു നേട്ടം നമുക്ക് ഉണ്ടാക്കി തരും. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം അതിൽ ഉൾക്കൊണ്ടു എന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാം. അപ്പോ ഈ ഹദീസിൽ അയൽവാസിയോടുള്ള വിഷയത്തിലുള്ള വസിയത്ത് അത്രയും ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അബൂ മുഹമ്മദ് നബി ജംറ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഹിഫ്ദുൽ ജാരി മിൻ കമാലിൽ ഈമാൻ, ഈ അയൽവാസിയെ, ആ അയൽവാസികളോടുള്ള ബന്ധം ചേർക്കുക എന്നുള്ളത് ഒരാളുടെ ഈമാനിന്റെ പൂർണ്ണതയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് പറയാണ്, വയഹ്സുലു ഇംതിസാലു വസിയ ബിഹി ബിഇസാലു ഖുറൂബിൽ ഇഹ്സാൻ ഇലൈഹി ബിഹസ്ബി ത്വാഖത്തി അൽ ഹദിയ വസ്സലാം വതലാഖത്തുൽ വജ്ഹ് ഇൻദ ലിഖാഹി, അയൽവാസിയോടുള്ള ബന്ധം നമുക്ക് കഴിയുന്ന എങ്ങനെയാണോ അങ്ങനെയൊക്കെ ചേർക്കണം. എങ്ങനെയൊക്കെ? എന്തെങ്കിലും ഹദിയ നൽകിക്കൊണ്ടാണെങ്കിൽ അങ്ങനെ, സലാം പറഞ്ഞുകൊണ്ടാണെങ്കിൽ അങ്ങനെ, പുഞ്ചിരിച്ച മോൻ കൊണ്ടാണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ അവരുടെ അവസ്ഥകൾ അന്വേഷിച്ചാണെങ്കിൽ അങ്ങനെ, അവരുടെ ആവശ്യങ്ങൾക്ക് സഹായിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെ, അവർക്കുണ്ടാകുന്ന ഉപദ്രവങ്ങൾ, നമ്മുടെ ഭാഗത്ത് നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തടഞ്ഞുകൊണ്ടാണെങ്കിൽ അങ്ങനെ, എല്ലാ തരത്തിലും അവരോടുള്ള നന്മ ചെയ്യുക എന്നുള്ളത് ഈമാനിന്റെ പൂർണ്ണതയിൽപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരോട് ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുക, അവരോടുള്ള ബന്ധം ചേർക്കുക, അതുപോലെ തന്നെ കാഫിറാണെങ്കിൽ അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക, അതുപോലെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക, അതിലേക്ക് ക്ഷണിക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതെല്ലാം ഇതിന്റെ പരിധി പെട്ടതാണ്. ഇനി ഈ ഹദീസുകൾ ഈ ബാബിൽ വരുന്നുണ്ട്. ഇനി ഒരു കാര്യം ഉലമാക്കൾ ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷയം, ഇനി ഈ അയൽവാസി എന്നുള്ളത് നേരത്തെ പറഞ്ഞുകൊണ്ട് തീർച്ചയായി പറയാം, വളരെയധികം ഉപദ്രവകാരിയായിട്ടുള്ള, നമുക്ക് അങ്ങേയറ്റം അങ്ങോട്ട് എന്തൊക്കെ നന്മ ചെയ്തിട്ടും അല്ലെങ്കിൽ ഉപകാരം ചെയ്യാൻ ശ്രമിച്ചിട്ടും ഇങ്ങോട്ട് ഉപദ്രവങ്ങൾ തന്നെ വരുത്തുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അവരെ ഹജ്ർ ചെയ്യാനും പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യണം, എന്നിട്ടും അതുകൊണ്ടുള്ള ഒരു നേട്ടം ഉണ്ടാകുന്നില്ല, ഉപദ്രവങ്ങൾ അങ്ങേയറ്റം കൂടുകയാണ് എന്നുണ്ട് എങ്കിൽ അവർക്കൊരു അദബ് പഠിപ്പിക്കുക എന്നുള്ള നിലക്ക് അവരെ ഹജ്ർ ചെയ്യേണ്ട സമയം എത്തിക്കഴിഞ്ഞാൽ ഹജ്ർ ചെയ്യുകയും വേണം. അഥവാ അങ്ങേയറ്റം ഉപദ്രവമാണെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ല രീതിയിൽ അവരെ അയൽപക്ക ബന്ധം എന്നുള്ളത് ചേർക്കാനാണ്. عن أبي شريح الخزاعي عن النبي صلى الله عليه وسلم قال مثل الحديث من كان يؤمن بالله واليوم الآخر فليحسن إلى جاره ومن كان يؤمن بالله واليوم الآخر فليكرم ضيفه
വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസാണ്. ഈ 3 കാര്യങ്ങൾ പറയുന്നതിന്റെയും മുമ്പേ ആരംഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരാണോ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? ഇത് വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു, ഇത് പറയാനുള്ള കാരണം ഒന്നാമത്തേത് മൻ കാന യുഅ്മിനു ബില്ലാഹ്, അല്ലാഹുവിൽ ആരാണോ വിശ്വസിക്കുന്നത് അത് അവന്റെ തുടക്കത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്, അവൻ എവിടെ നിന്നാണ് വന്നത് എന്നതിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. രണ്ടാമത്തേത് വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിനെ പറ്റി പറഞ്ഞത് അതെന്തിനു വേണ്ടിയിട്ടാണ്? അവൻ ചെന്നു ചേരാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. അഥവാ വന്നത് എവിടുന്നാണ്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഓർമ്മിച്ചുകൊണ്ടാണ് ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അഥവാ ഈ ലോകത്തെ ജീവിതത്തിൽ നമ്മുടെ വികാരങ്ങളോ വൈകാരികതകളോ ഇടകേറാതെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നിടത്ത് നാം ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മുടെ തുടക്കവും ഒടുക്കവും ഇവിടെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത് പറഞ്ഞത് നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരാൾ അവന്റെ അയൽവാസിയോട് ഇഹ്സാൻ ചെയ്യണം, നന്മ ചെയ്യണം. എന്തൊക്കെയാണോ നന്മയായിട്ട് ഉറഫായിട്ട് വന്നിട്ടുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സലാം, ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ എന്തെങ്കിലും ഹദിയ കൊടുക്കുക, അല്ലെങ്കിൽ എന്താ അവർക്കുള്ള ഉപദ്രവം തടയുക, അവരുടെ ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുക, അല്ലെങ്കിൽ എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യുക എന്നുള്ളത്, അത് ഈമാനിന്റെ ഭാഗമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത്തേത് പറഞ്ഞത് ഫൽയുക്രിം വൈഫഹു, അതിഥിയെ ആദരിക്കുക എന്നുള്ളതാണ്. അതിഥിയെ ആദരിക്കുന്നത് പലതരത്തിലായിരിക്കും. അത് പണ്ഡിതന്മാർ പറഞ്ഞു, അത് വ്യക്തിയുടെയും അതുപോലെ സാഹചര്യവും അവസ്ഥയും അനുസരിച്ച് മാറും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ അതിഥിയെ ആദരിക്കുക എന്നത് ഫർദ് ഐനാവും, അവന്റെ മേലെ നിർബന്ധമാവും. കാരണം അവനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് വേറൊരു നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അതിഥിയാണെങ്കിൽ അവനെ ഏറ്റവും നല്ല രീതിയിൽ ആതിഥേയത്വം നൽകുക എന്നത് അവന്റെ മേലെ ഫർദ് ഐനായിരിക്കും. ചില സമയത്ത് ഫർദ് കിഫായ ആയിരിക്കും. കാരണം ഒരു നാട്ടിലെ കുറച്ച് ആളുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് വന്ന ആളായിരിക്കും. നമ്മളില്ലെങ്കിലും വേറെ ആളുണ്ടാവും. അങ്ങനെ മൊത്തത്തിലുള്ളതാണെങ്കിൽ ഫർദ് കിഫായ ആയിട്ട് മാറും. ഇനി അതല്ലെങ്കിൽ മുസ്തഹബ് ആയിട്ട് മാറും. അവന് ചിലപ്പോൾ കുടുംബക്കാരോ മറ്റോ ചിലപ്പോൾ അവിടെ ഉണ്ടാവുക നാട്ടില്, എന്നിട്ടും വന്നിട്ടുണ്ടെങ്കിൽ മുസ്തഹബായി ചെയ്യേണ്ട കാര്യമായിരിക്കും. ഇനി ഏതു തരത്തിലാണെങ്കിലും ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ ആതിഥേയത്വം നൽകുക എന്നുള്ളത്. ഇനി ഹദീസിന്റെ ചില റിവായത്തുകളിൽ ഇങ്ങനെ വന്നതായി കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം വൈഫഹു ജായിസതഹു, അതിഥിയെ ജായിസത്ത് കൊണ്ട് ആദരിക്കണം എന്നുള്ളത്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, വമാ ജായിസതുഹു യാ റസൂലല്ലാഹ്, എന്താണ് ഈ ജായിസത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൗമുൻ വലൈലത്തുൻ, ഒരു രാവും പകലും എന്തായാലും അത് നൽകുക. എന്നിട്ട് പറഞ്ഞു, വദിയാഫതു സലാസതു അയ്യാം, ആതിഥേയത്വം നൽകേണ്ടത് 3 ദിവസമാണ്. നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ട് വേറെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആതിഥേയത്വം കൊടുക്കേണ്ടത് 3 ദിവസമാണ്. ഫമാ കാന വറാഅ ദാലിക ഫഹുവ സദഖത്തുൻ അലൈഹി, അതിനപ്പുറത്തേക്കുള്ളത് നമ്മൾ നൽകുന്ന സ്വതക്കയാണ്. 3 ദിവസമാണ് ആതിഥേയത്വം നൽകുക എന്നുള്ളത്. അവസാനം ഈ ഹദീസിൽ പറഞ്ഞു, ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകൾ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. സംസാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യമാണ് സംസാരിക്കുമ്പോൾ നല്ലത് പറയുക, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളത്. ആ വിഷയത്തിലുള്ള ഹദീസുകൾ ഭാവിയിൽ ഈ കിതാബിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഹദീസ് നമുക്ക് നോക്കാം. അതിഥികളും അയൽവാസികളുമായി ബന്ധപ്പെട്ടുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അയൽവാസികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് ഇനി ചില ബാബുകളായിട്ട് വരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് നോക്കാം. സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين.